വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ വെച്ച് ഖലിസ്ഥാൻ ഭീകരരുടെ ആക്രമണം. ജയശങ്കറിന്റെ വാഹനത്തിന് നേരെ ആക്രമികൾ പാഞ്ഞെടുത്തതായും ഇന്ത്യൻ പതാക കീറിയെറിഞ്ഞതായിട്ടുമാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ ഇന്ത്യ കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഖലിസ്ഥാൻ വാദികളാണ് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് ഏതാണ്ട് വ്യക്തമാവുകയാണ്. കാറിൽ കയറിയ ജയശങ്കറിന്റെ തൊട്ടടുത്തേക്ക് പാഞ്ഞടുത്തുവെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് തടഞ്ഞു. മറ്റു പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ മന്ത്രി യാത്ര തുടർന്നു. സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ജയശങ്കറെ കാത്ത് ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി ഒരു കൂട്ടം പേർ കാത്തു നിൽക്കുന്നു. ഇതിലൊരാൾ പതാകയുമായി വാഹന വ്യൂഹത്തിന് നേരെ പാഞ്ഞടുക്കുകയും ചെയ്യുന്നു. വിദേശകാര്യമന്ത്രിയുടെ തൊട്ടടുത്ത് വരെ ഇയാൾ എത്തി എന്നതാണ് വസ്തുത. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പിടിച്ചു മാറ്റി കൊണ്ടുപോയി. തീർത്തും നാടകീയമായാണ് എല്ലാം സംഭവിച്ചത്. ലണ്ടനിലെ സ്വതന്ത്ര നയവിശദീകരണ സ്ഥാപനമായ ചതം ഹൗസിന് ദ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സിന് പുറത്താണ് പ്രതിഷേധം അരങ്ങേറിയത്. ഖലിസ്ഥാൻ പതാകയുമായി വേദിക്ക് പുറത്ത് സംഘടിച്ച അനുകൂലികൾ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു. അതേസമയം ചതം ഹൗസിൽ നടത്തിയ സംഭാഷണത്തിൽ ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ ഉലച്ചിലിനെ കുറിച്ചും ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചുമാണ് വിദേശകാര്യമന്ത്രി വിശദീകരിച്ചത്. ഇതിനുശേഷം പുറത്തേക്ക് വരുമ്പോഴായിരുന്നു ആക്രമണ ശ്രമം. ഈ മാസം 4-ാം തീയതി തുടങ്ങിയതാണ് ജയശങ്കറിന്റെ ബ്രിട്ടൻ സന്ദർശനം. ബ്രിട്ടനും അയർലൻഡുമായുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കലാണ് ലക്ഷ്യം. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ ചൈനയുമായി സുസ്ഥിരമായ ബന്ധമാവാമെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണ ശ്രമം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരാൻ അതിർത്തിയിൽ സമാധാനവും ശാന്തിയും അത്യാവശ്യമാണെന്നും ജയശങ്കർ യോഗത്തിൽ വ്യക്തമാക്കി. സുസ്ഥിരമായ സന്തുലിതാവസ്ഥ എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ് സുപ്രധാന പ്രശ്നം. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന സുസ്ഥിര ബന്ധം വേണം. അതാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ പ്രധാന വെല്ലുവിളി. അതിർത്തി അസ്ഥിരമാണെങ്കിൽ സമാധാനവും ശാന്തിയും ഇല്ലെങ്കിൽ ബന്ധത്തിന്റെ പുരോഗതിയും ദിശയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. കശ്മീർ വിഷയം പരിഹരിക്കുന്നതിൽ 3-ാം കക്ഷിയുടെ ഇടപെടൽ തള്ളുകയും ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യം സ്വതന്ത്രമായി പരിഹരിക്കുന്നതിന് ഇതിനോടകം തന്നെ നിർണായക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനുമായുള്ള കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് സമാധാനം സ്ഥാപിക്കാനുള്ള US പ്രസിഡന്റിന്റെ മധ്യസ്ഥതാ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. കശ്മീർ പ്രശ്നത്തിന്റെ ഭൂരിഭാഗവും പരിഹരിക്കുന്നതിൽ ഇന്ത്യ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തത് അതിന്റെ ആദ്യ പടിയായിരുന്നുവെന്ന് കരുതുന്നു. പിന്നെ കാശ്മീരിൽ വളർച്ച, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാമൂഹിക നീതി എന്നിവ പുനഃസ്ഥാപിക്കുന്നത് 2-ാമത്തെ പടിയായിരുന്നു. വളരെ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് 3-ാമത്തെ ഘട്ടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.